എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അവിയലുണ്ടാക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ചേനയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത്തക്കായ അരിഞ്ഞത്, പടവലങ്ങായ എല്ലാം നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞെടുക്കണം. പയറ്, ക്യാരറ്റ്, കോവയ്ക്ക അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നടുവേ പൊളന്നതാണ്, ഒരു വഴുതനങ്ങ അരിഞ്ഞത്, കുറച്ച് കുമ്പളങ്ങ, ഇനി അവിയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ണങ്ങളിലൊന്നായ മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഏകദേശം 1 കിലോ കഷ്ണം ഉണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നു, 1/2 സ്പൂണ് മുളക് പൊടി ഇടുന്നു. ഇനി ഇതിലേക്കൊരു കുറച്ച് കറിവേപ്പില എത്ര വേണേലും നമ്മുടെ ഇഷ്ടം അനുസരിച്ചിടാം. ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ എണ്ണയും ഉപ്പും മുളകും എല്ലാ കഷ്ണത്തേലും ഒന്ന് പിടിക്കത്തക്ക വിധം ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കറിയാം, സദ്യക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അവിയൽ. അവിയലില്ലാത്ത ഒരു സദ്യയുമില്ല. നമുക്കെല്ലാവർക്കും അവിയൽ ഇഷ്ടമാണ് താനും. ഉണ്ടോ? എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ഒഴിച്ചാൽ അത് ചാറുകറി പോലെ കുഴഞ്ഞു പോകും. ഇതിലോട്ട് ഞാൻ ഇത് വേവാൻ മാത്രമുള്ള ഒരു ചെറിയ ബൗളിന് 1 ബൗൾ വെള്ളം, അതും സൈഡിൽ ഒഴിച്ചു കൊടുക്കണം. നേരെ ഈ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇളക്കുകയും ചെയ്യാൻ പാടില്ല. ഇനി വേവാനായിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ്. ആ സമയം കൊണ്ടിതാ അരപ്പ് റെഡിയാക്കാൻ 1 സ്പൂണ് ജീരകം, 1 പച്ചമുളക്, 1 മുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 6-7 ചെറിയ ഉള്ളി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഒട്ടും അരഞ്ഞു പോകരുത്. ഒന്ന് ചതഞ്ഞു വരുന്ന വിധത്തിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമുക്ക് നോക്കാം നമ്മുടെ കഷ്ണം എത്രമാത്രമായെന്ന്. ഇതിലിപ്പം പ്രധാനമായിട്ടും ചേനയാണ് വേവേണ്ടതുള്ളൂ. ഇത് ഞാൻ എടുത്ത നന്നായിട്ടും വേവുന്ന ചേനയായതുകൊണ്ട് കണ്ടോ, ഇപ്പം കഷ്ണം എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇത് കഷ്ണം ഇങ്ങനെ 2 സൈഡിലോട്ട് നടുക്കുന്ന ഒന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ ഇതിന് പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ഇട്ട് കൊടുക്കുന്നു. അതിങ്ങനെ നടുഭാഗത്ത് വെച്ചിട്ട് വെന്ത കഷ്ണം എല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് ആക്കുക. ഇപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കാവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് തേങ്ങയും മാങ്ങയും വേവും. ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് കറിവേപ്പില. അത് ഞാൻ ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കുന്നു. മിക്സിയുടെ ജാറിലിട്ടായാലും മതി, പക്ഷേ അത് മിക്സിയുടെ ജാറിലിടുമ്പോൾ അത് അരഞ്ഞങ്ങ് പോകും. പയ്യെ ചതച്ചെടുക്കാവേ ഉള്ളൂ. ഇങ്ങനെ കല്ലിൽ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ചതച്ച് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, അതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അവിയലിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെളിച്ചെണ്ണ. നന്നായിട്ടും ആ ചതച്ച് വെച്ച ഉള്ളി കറിവേപ്പില ഒന്നും കൂടെ കൈകൊണ്ട് ആ എണ്ണയും കൂട്ടി ഒന്ന് തിരുമ്മിയെടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ എടുത്തു. ഇനി നമ്മുടെ അടുപ്പിരിക്കുന്ന നോക്കാം. കണ്ടോ, വെള്ളമെല്ലാം വറ്റി മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളമില്ലാതെ. ഇനി നമ്മളിത് ഇളക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, ഒട്ടും ഇത് കുഴഞ്ഞു പോകാത്ത വിധത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ആ തവി മാറ്റി ഒരു തടി കൊണ്ടുള്ള ഒരു തവിയാണ് എടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോവുകയില്ല. കണ്ടോ, എല്ലാം കൂടെ ഒന്ന് അരപ്പ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സമയത്താണ് ആ ചതച്ച് വെച്ച ഉള്ളിയും കറിവേപ്പില എണ്ണയും കൂടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നു.
അതിന് ശേഷം ഇത് ഇട്ടതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഓഫാക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി ആ സ്റ്റൗവേ തന്നെ വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമ്മുടെ അവിയൽ റെഡിയായിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് നോക്കാം. കണ്ടോ, നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമ്മുടെ സുന്ദരമായ അവിയൽ ഇതാ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയ അവിയൽ. നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.